ഹലോ ബ്ലൂംസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ നൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിപ് കെയർ ആണ്. നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ ഡ്രൈ ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി സോഫ്റ്റ് പിങ്ക് ലിപ്സ് കിട്ടാനൊക്കെ ഉള്ളൊരു സൂപ്പർ സാധനമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുറേ കൊല്ലമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാസ്ലിൻ അപ്ലൈ ചെയ്ത് നോക്കി. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കൂടുതൽ നമ്മുടെ ലിപ്സ് ഡ്രൈ ഔട്ടായി പോകുന്നത്. കാലത്ത് എനിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഡ്രൈ ലിപ്സ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വാസ്ലിൻ അപ്ലൈ ചെയ്യുമ്പോൾ പിഗ്മെൻറ്റേഷൻ ഒന്നും നമുക്ക് കുറവ് കിട്ടില്ല. കാരണം ഞാൻ 2-3 ബോട്ടിലൊക്കെ കുറേ നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് പിഗ്മെൻറ്റേഷൻ കുറവ് കിട്ടിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അത് അവോയ്ഡ് ചെയ്തു. അത് വാസ്ലിൻ കഴിഞ്ഞ സമയത്ത് ഞാൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എമൗണ്ടിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ഔട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടും അബ്സോർബായി പോകുന്നതുകൊണ്ടും നമുക്ക് സോഫ്റ്റ് ലിപ്സോ അല്ലെങ്കിൽ ഡ്രൈനെസ് മാറ്റാനോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനോ അപ്പോഴും സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കണം, ഡ്രൈ ലിപ്സ് മാറണം, നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ പിങ്ക് ലിപ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആകെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം. കോക്കനട്ട് ഓയിൽ നമ്മൾ കുറച്ച് ചുണ്ടിന് ഒന്ന് തൊട്ട് തടവുന്ന പോലെ അല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ച് അധികം എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ലിപ് ബാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ആയൂറിൻ്റെ സ്ട്രോബെറി ലിപ് ബാം. നമുക്ക് ഏത് ലിപ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ബ്രാൻഡഡ് ലിപ് ബാം ഒന്നുമില്ല, നമുക്ക് ഏത് ലിപ് ബാമും വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് എടുത്ത് അപ്ലൈ ചെയ്യാം. അത് ലിപ് ബാം നമ്മൾ കുറേ അപ്ലൈ ചെയ്യേണ്ട. ഓൾറെഡി നമ്മൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മോയ്സ്ചർ ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഹൈഡ്രേഷൻ ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം കൂടിയും ഡബിൾ ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചിലപ്പോൾ മുഖമൊക്കെ തലണയമ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ സാധനം അവിടെ സ്പ്രെഡ് ആവാനും അത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ അബ്സോർബായി പോകും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അധികം എടുത്തിട്ട്, നമ്മൾ കോക്കനട്ട് ഓയിൽ കുറച്ച് അധികം എടുത്തിട്ട് ലിപ് ബാം കുറച്ച് അതിനെ ഒന്ന് മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി നമ്മൾ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ഹൈഡ്രേഷൻ നമ്മൾ എങ്ങനെയാണ് ഇട്ടാറുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലുണ്ടാവണമെന്നില്ല. ബട്ട് നമുക്ക് ഒരിക്കലും ഡ്രൈ ലിപ്സ് കിട്ടില്ല. നമ്മൾ എണീക്കുമ്പോഴും സോഫ്റ്റ് ലിപ്സ് ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഉള്ള ഒരു സോഫ്റ്റ്നെസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സാധനം അപ്ലൈ ചെയ്യാം. കോക്കനട്ട് ഓയിൽ ലിപ് ബാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലതാണ്. നമുക്ക് ഒരിക്കലും ഡ്രൈ ലിപ്സ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അത് മാറാൻ ബെസ്റ്റ് സാധനമാണ്. കാരണം എൻ്റെ വന്നിട്ട് എപ്പോഴും ഡ്രൈ ആവുന്നൊരു ലിപ്സാണ്. ഞാൻ കാലത്ത് എല്ലാ ദിവസവും ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും മൈൽഡായിട്ട്. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ലിപ്സ് ഡ്രൈ ആവും. ലിപ് ബാം ഇട്ട് കഴിഞ്ഞാലും വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ ലിപ്പ് ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ എത്ര നല്ല ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി തന്നെ ലിപ് ബാം ആണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ഹൈഡ്രേഷൻ കിട്ടാറില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈ ഔട്ടായി പോകും. അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസ് പെട്ടെന്ന് എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങും. പൊട്ടുമ്പോൾ എന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ നമ്മളത് പൊളിച്ച് കളയും, അല്ലെങ്കിൽ നമ്മൾ കടിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ചുണ്ടൊക്കെ ഇങ്ങനെ ലിക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സൂപ്പർ സോഫ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം ഭയങ്കര ഹൈഡ്രേഷൻ ഉണ്ട്, കണ്ടോ? ഭയങ്കരമായിട്ട് മറ്റേത് നമ്മുടെ ഈ വരയൊക്കെ ശരിക്കും ഇങ്ങനെ തെളിഞ്ഞ് കാണാറുണ്ട്. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ലിപ്സ്റ്റിക്ക് ഒന്ന് ഡ്രൈ ആകുമ്പോൾ തന്നെ ആ ഒരു വര ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ല ഹൈഡ്രേഷൻ ഇപ്പം തന്നെ ഉണ്ട്. നമ്മൾ കാലത്ത് എണീക്കുമ്പോഴും ആ ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുക. പിഗ്മെൻറ്റേഷനേ ഉണ്ടാവില്ല. നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് പിങ്ക് ലിപ്സ് കിട്ടും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.